ഹലോ ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് എൻ്റെ മുമ്പിലുള്ളത് ഡ്യൂക്ക് 250 ആണ്. അതും ഏറ്റവും ലേറ്റസ്റ്റ് മോഡലാണ്. ഇത് ശരിക്കും അവർ ഇറക്കിയപ്പോഴത്തേക്ക് ജെൻ 3 എന്നും പറഞ്ഞിട്ടാണ് ഇറക്കിയത്. ഇത് ഫസ്റ്റ് മോഡൽ ഇറങ്ങിയിട്ട് അതിൻ്റെ അടുത്തൊരു അപ്ഡേറ്റ് വന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഹെഡ്ലൈറ്റ് മാത്രമേ മാറിയിട്ടുള്ളൂ. പിന്നെ എമിഷൻ നോംസിലും പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ടായിരുന്നു. ഡിസൈൻ വൈസ് സെയിം ആയിരുന്നു, ഹെഡ്ലൈറ്റ് മാത്രം മാറിയിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് കളറും കാര്യങ്ങളൊക്കെ മാത്രം മാറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതിനെ ജെൻ 2 എന്നേ പറയത്തുള്ളൂ. ഡ്യൂക്ക് 390 ആണ് ജെൻ 3 ശരിക്കും ആയിട്ടുള്ളത്. ഒരു 250cc ഇത്രയും പവർ ഈ ഒരു കാറ്റഗറിയിൽ ഈ 250cc നേക്കഡ് ആണെങ്കിലും ആ ഒരു ഫെയറിംഗ് ഉള്ള വണ്ടികളിലാണെങ്കിലും എനിക്ക് തോന്നുന്നത് ഇത്രയും പവർഫുൾ ആയിട്ടുള്ളൊരു വണ്ടി ഇത് തന്നെയാണ്. അപ്പോൾ ഇതിനൊരു പ്രത്യേക ഒരു വിലയുണ്ട് ഈ ഒരു 250 ക്ലാസ്സിൽ. അപ്പോൾ ഇതിൻ്റെ റിവ്യൂ ആണ് നമ്മളിന്ന് ചെയ്യാനായിട്ട് പോകുന്നത്. പഴയ ഡ്യൂക്ക് 250 വെച്ച് നോക്കണമെന്നുണ്ടെങ്കിൽ ആ ഇൻഡിക്കേറ്റർ മാത്രമുണ്ട് പ്രീവിയസ് ജെന്നിൽ നിന്ന് എടുത്തിട്ടുള്ളത്. ബാക്കി എല്ലാം മാറിയിട്ടുണ്ട്. ഈച്ച് ആൻഡ് എവരിത്തിങ്, ഓരോ മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ നോക്കണമെന്നുണ്ടെങ്കിലും എല്ലാം മാറിയിട്ടുണ്ട്. ഇതിൻ്റെ ഓൺ റോഡ് പ്രൈസ് എന്ന് പറയുന്നത് 3 lakh ആണ്. 3,04,000 1,000 സംതിങ് ആണ് വരുന്നത്. സെഗ്മെൻറ്റ് കില്ലർ എന്ന് വേണമെങ്കിൽ പറയാം. കാരണം 250cc ഇത്രയും ആ ഒരു എൻജിൻ പവർ കിട്ടുന്നത് 31 bhp ആണ് ഇതിലുള്ളത്. ഈ ഒരു സിംഗിൾ സിലിണ്ടർ 249cc അതിൽ 31 bhp ഉണ്ട്, 26 Nm ടോർക്കും ഉണ്ട്. ഫ്രണ്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പക്ക ഒരു ഇൻസെക്റ്റോ ആനിമലോ അങ്ങനെ എന്തെങ്കിലും നമുക്ക് പറയാം. ഒരു അഗ്രസീവ് സ്റ്റാൻസ് ആണ്. കാരണം ഈ ഷ്രൗഡൊക്കെ ഇങ്ങനെ ഫ്രണ്ട് വരെ, അതായത് ഈ സൈഡിൽ നോക്കണമെന്നുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് ഹെഡ്ലൈറ്റിൻ്റെ അവിടം വരെ ഇറങ്ങി വന്നിട്ടുണ്ട്. ഒരു മസ്കുലറും ഒരു ഷാർപ്നെസ്സും ഇതൊക്കെ ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഷ്രൗഡും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുള്ളത്. ഇത് പക്ക സ്ട്രീറ്റ് ഫൈറ്ററാണ്. സ്ട്രീറ്റ് ഫൈറ്റർ വണ്ടികൾ ഇങ്ങനെയാണ് ഡിസൈൻ ചെയ്യേണ്ടത് ശരിക്കും. കാരണം ടാങ്ക് എക്സ്റ്റൻഷൻ എന്ന് പറയുന്നത് ആ ഒരു സ്ട്രീറ്റ് ഫൈറ്റർ ഡിസൈനിൽ വലിയൊരു കാര്യം തന്നെയാണ്. അത് നല്ല രീതിക്ക് തന്നെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു എക്സ്റ്റൻഷൻ ഡ്യൂക്ക് 390 നോക്കണമെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നത് അത് ഹെഡ്ലൈറ്റും കഴിഞ്ഞത് ഇവിടം വരേണ്ടതുണ്ട്. പിന്നെ ഒരു ചെറിയ ഹോളും കാര്യങ്ങളൊക്കെ എയർ വെൻറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പക്ഷേ എനിക്കത് കുറച്ച് ഓക്വേർഡായിട്ടാണ് തോന്നുന്നത്. അതിനൊട്ടും ചേരുന്നില്ല. ഇത്രയും സൈസായിരുന്നു കറക്റ്റ്. ഈ ഒരു സൈസ് കറക്റ്റാണ് ഈ പാനലിൻ്റെ. ഫുള്ള് LED ക്ലസ്റ്ററാണ് വരുന്നത്, സെയിം ആസ് ഡ്യൂക്ക് 390. പിന്നെ ഒരു വ്യത്യാസം എന്ന് പറയുന്നത് ഇതിന് DRL ഇല്ല. ഇതിനൊരു ചെറിയൊരു പ്ലാസ്റ്റിക് കൗളാണ് 2 സൈഡിൽ കൊടുത്തിട്ടുള്ളത്. പക്ഷേ എനിക്ക് അതിൽ നിന്നും ഇഷ്ടപ്പെട്ടത് ഈ ഒരു സംഭവമാണ്. ഹെഡ്ലൈറ്റ് വിസിബിലിറ്റി എടുത്ത് പറയേണ്ട കാര്യം ഇല്ല. കാരണം KTMൻ്റെ ഹെഡ്ലൈറ്റ്സ് ഒരു രക്ഷയില്ല. നൈറ്റിൽ ഒരു കാറിൻ്റെ ഒരു ഫീലാണ് നമുക്ക് തരുന്നത് ഹെഡ്ലൈറ്റിൻ്റെ ആ ഒരു വെട്ടം എന്ന് പറയുന്നത്. സോ അടിപൊളി ഹെഡ്ലൈറ്റാണ്. ഒരു രക്ഷയില്ലല്ലേ ഇത്, ആ ഫ്രണ്ടിൽ നിന്നുള്ള ഒരു വ്യൂ. അപ്പോൾ നിങ്ങൾ കമൻറ്റ് ചെയ്യുക, ഫസ്റ്റ് ജെൻ ആണോ സെക്കൻഡ് ജെൻ ആണോ ഏറ്റവും ഭംഗിയുള്ളതെന്ന്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞു, സെക്കൻഡ് ജെൻ എന്ന് പറയുന്നത് വലിയ അപ്ഡേറ്റും കാര്യങ്ങളൊന്നുമില്ല. അടിമുടി മാറിയിട്ടുള്ള വണ്ടി എന്ന് പറയുന്നത് ഈ മോഡലാണ്. അപ്പം 2 ജനറേഷൻ എന്ന് പറയുന്നത് ഞാൻ ഇതിനെയാണ് കണക്കാക്കുന്നത്. ഈ വണ്ടിയാണോ പഴയ വണ്ടിയാണോ ഭംഗി എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഷോക്ക് വന്നിട്ട് അപ്സൈഡ് ഡൗൺ ഫോർക്കാണ്. പിന്നെ അതിൻ്റെ ട്രാവൽ പഴയ വണ്ടിയിൽ നിന്നും കൂട്ടിയിട്ടുണ്ട്. എത്ര mm കുറച്ചും കൂടെ ഒന്ന് കൂട്ടിയിട്ടുണ്ട്. കാരണം നിങ്ങൾക്ക് നോക്കുമ്പോൾ അറിയാൻ പറ്റും, കണ്ടോ ഇത്രയും ട്രാവൽ കൊടുത്തിട്ടുണ്ട്. പഴയ വണ്ടിക്ക് എനിക്ക് തോന്നുന്നത് ഈ ഒരു അളവേ ഉണ്ടായിരുന്നിട്ടുള്ളൂ. അപ്പം കുറച്ചും കൂടെയൊക്കെ ബംസിലും നമുക്ക് ഇപ്പം ഓഫ് റോഡ് ടൈപ്പൊക്കെ പോകുന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ട്രാവലുണ്ട്. WP അപ്പെക്സിൻ്റെ ബിഗ് പിസ്റ്റൺ ഫോർക്കാണ് യൂസ് ചെയ്തിട്ടുള്ളത്. കാട്രിഡ്ജ്, ഓപ്പൺ കാട്രിഡ്ജ് അവർ മാറ്റിയിട്ടുണ്ട്. ഇപ്പം വേറെ ടൈപ്പ് ഷോക്കാണ് അവർ കൊടുത്തിട്ടുള്ളത്. മേജർ കാര്യങ്ങൾ പറയണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ വീല്, ഇതിൻ്റെ റിംസ് അവർ റീഡിസൈൻ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ വരുന്ന KTM ബൈക്സിലെല്ലാം, അതായത് നമ്മുടെ സ്പോർട്സ് കാറ്റഗറി RCയിലും ഡ്യൂക്കിലും ഈ വീലാണ് യൂസ് ചെയ്യുന്നത്. ഇതിൽ ഹബ്ലെസ് അലോയ്സ് ആണ്. ഹബ്ലെസ് എന്ന് പറയുന്നത് ഹബ്ബില്ല, കണ്ടോ നമ്മൾ ഈ നോർമൽ കാണുന്ന ആ ഒരു സംഭവമില്ല. സ്പോക്കിലാണ് ഡിസ്ക് മൗണ്ട് ചെയ്തിട്ടുള്ളത്. 320 mm ആണ്ടാണ് ഇതിൻ്റെ ഡിസ്ക് സൈസ് വരുന്നത്. പിന്നെ 4 piston കാലിപ്പർ വൈബ്രേറെ ഒരു ബ്രേക്ക് സെറ്റപ്പ് ഉണ്ട്. പക്ഷേ എനിക്ക് ഇതിൻ്റെ ലിവറേജ് യൂസ് കണ്ടോ സ്പോഞ്ചി ടൈപ്പായിട്ടാണ് ഫീൽ ചെയ്യുന്നത്. ബ്രേക്കുണ്ട്, നല്ല രീതിക്ക് ബ്രേക്കുണ്ട്. പക്ഷേ ഇത്രയും കണ്ടോ ഒരു സ്പോഞ്ചി ഫീലാണ് എനിക്ക് കിട്ടുന്നത്. വേറൊരു ഡിഫറൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പഴയ വണ്ടിയായിട്ട് ഡിസ്ക് അപ്പുറം സൈഡായിരുന്നു, ലെഫ്റ്റ് സൈഡായിരുന്നു ശരിക്കും ഡിസ്ക് നേരത്തെ. ഇപ്പോൾ റൈറ്റ് സൈഡ് ആക്കിയിട്ടുണ്ട്. പിന്നെ അത് ഡിസൈൻ്റെ കാര്യത്തിലും പിന്നെ ഈ ഒരു ഫങ്ഷണൽ ആക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു സംഭവം ചെയ്തത്. ഡ്യുവൽ ചാനൽ ABS ആണ്. ABSൻ്റെ ആ ഒരു സെൻസർ കാണാം, നമുക്ക് ഓഫ് ചെയ്യാൻ പറ്റും. ഇത് സൂപ്പർ മോട്ടോ, അത് KTMലെല്ലാം വണ്ടിക്കും ഉണ്ട് അങ്ങനത്തെ ആ ഒരു മോഡ്. MRF ആണ് മാനുഫാക്ചർ. അത് സ്റ്റീൽ ബ്രേസ് എന്ന് പറയുന്ന ഒരു മോഡലാണ് ഇതിൽ ഇട്ടിട്ടുള്ളത്. പിന്നെ ടയറിൻ്റെ സൈസ് പറയണമെന്നുണ്ടെങ്കിൽ 110 സെക്ഷനാണ്. 110 17 ഇഞ്ച് വീലിലാണ് ഈ ഒരു ടയർ സെറ്റപ്പും കാര്യങ്ങളൊക്കെ വരുന്നത്. ഇപ്പോഴാണ് ഒരു കാര്യം ശ്രദ്ധിച്ചത്, ഇത് ഗ്ലോസ് മാറ്റ് കോംബോ ആണ് കേട്ടോ. ഈ പാനൽ വന്നിട്ട് മാറ്റാണ്, അതിലാണ് ഈ ഒരു സ്റ്റിക്കർ. പക്ഷേ സ്റ്റിക്കർ പുറത്താണ്.
ഡ്യൂക്ക് 390 സ്റ്റിക്കർ അകത്തുമാണ്, പെയിൻറ്റ് പുറത്തുമാണ്. അതൊരു പ്രത്യേക രീതിയിലാണ് അത് ചെയ്തിട്ടുള്ളത്. ഇതിൽ സ്ക്രാച്ചസും അഴുക്കും വരാൻ ഒരുപാട് ചാൻസസ് ഉണ്ട്. കണ്ടോ, ഇതൊക്കെ എല്ലാം ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഇതിലൊക്കെ മാർക്സ് ഉണ്ട് ഈ വൈറ്റിൽ. കാരണം ഇത് ഗ്ലോസ് ആയിരുന്നെങ്കിൽ ആ ഒരു പ്രശ്നമില്ലായിരുന്നു. ഈ ഒരു സാധനം ഡോമിനറിൻ്റെ ഈ മിറർ എന്തിനാണ് ഇതിലെടുത്ത് വെച്ചത്? അവർ കോസ്റ്റ് കട്ടിങ്ങിന് ചെയ്തതാണോ എന്നൊന്നും എനിക്കറിയത്തില്ല. ഇതിൻ്റെ പുറത്തിറക്കുന്ന ഡ്യൂക്കിലാണെന്നുണ്ടെങ്കിൽ ഒരു നല്ല മിററാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. മീൻസ് ഒരു സൂപ്പർ ഡ്യൂക്കിലൊക്കെ കാണുന്നതിൻ്റെ ആ ഒരു മിറർ ഡിസൈനായിരുന്നു അതിൽ വന്നുകൊണ്ടിരുന്നത്. പക്ഷേ ഇവിടെ ആയപ്പോഴത്തേക്കും നോക്കിയേ, വിസിബിലിറ്റിയും കാര്യങ്ങളൊക്കെ തരുന്നുണ്ട്, വേറെ കുഴപ്പവും കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ ഇതിന് ആ ഒരു ഇൻ്റർനാഷണലി ഇറക്കുന്ന ഒരു മിറർ തന്നെയായിരുന്നു ഇതിന് ചേരുന്നത്. KTM പണ്ട് പോലെ ഒരു മുള്ള് ടൈപ്പ് ഒരു ഗ്രിപ്പാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ഇതിൻ്റെ ഡിസൈൻ കുറച്ചും കൂടെ അടിപൊളിയായിട്ടുണ്ട്. ഇപ്പം നമുക്ക് പാംസൊക്കെ നല്ല കംഫർട്ടബിളാണ്. ഗ്രിപ്പ് ഇപ്പം ഗ്ലൗസൊക്കെ ഇട്ട് ഓടിക്കുന്നവർക്കാണെന്നുണ്ടെങ്കിൽ നല്ല രീതിക്കുള്ളൊരു ഗ്രിപ്പ് നമുക്ക് ഫീൽ ചെയ്യും. അത് നല്ലൊരു മെറ്റീരിയലാണ് അവർ യൂസ് ചെയ്തിട്ടുള്ളത്. ക്ലച്ച് വന്നിട്ട് നല്ല സോഫ്റ്റ് തന്നെയാണ്, സ്ലിപ്പർ ക്ലച്ച് തന്നെയാണ് വരുന്നത്. നല്ല സോഫ്റ്റാണ്, കുഴപ്പമില്ല. വേണ്ട, 1 ഫിംഗർ വെച്ചൊക്കെ നമുക്ക് വലിക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ അഡ്ജസ്റ്റബിളും കാര്യങ്ങളൊന്നുമല്ല, അത് ഡ്യൂക്ക് 390 മാത്രമേ ഉള്ളൂ ആ ഒരു ഫീച്ചർ വരുന്നത്. ഇതിൽ ക്ലച്ചും ബ്രേക്ക് ലിവറും അഡ്ജസ്റ്റബിളൊന്നുമല്ല. പിന്നെ നമുക്ക് സ്വിച്ചിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഹസാർഡ് ലൈറ്റാണ്. പിന്നെ ഇത് ഡിമ്മ്, ബ്രൈറ്റ്, പാസ് അതൊക്കെ അതിൽ തന്നെയാണ്, ഒറ്റ ഇതിലാണ് മൗണ്ട് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ ടോഗിൾ സ്വിച്ചസും കാര്യങ്ങളൊക്കെയാണ്. ഇതിൻ്റെ മെനുവും കാര്യങ്ങളൊക്കെ എടുക്കാനുള്ള സ്വിച്ച് ബട്ടണാണ് ഈ കാണുന്നത്. പിന്നെ ഇൻഡിക്കേറ്റേഴ്സ്, ഹോണ്, പിന്നെ ഇതിൻ്റെ കിൽ സ്വിച്ച്, ഇത് ഇഗ്നിഷൻ ഓണാവും. പിന്നെ 1 ടച്ച് സ്റ്റാർട്ടാണ് കേട്ടോ, ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ പഴയതുപോലെ തന്നെ ഇതിലെല്ലാം ലൈറ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ മീറ്റർ ഇങ്ങനെയാണിത് സ്റ്റാർട്ടപ്പ് ആവുന്നത്. ഇതിൻ്റെ ലേഔട്ട് ഇതാണ്. നെഗറ്റീവ് ഡിസ്പ്ലേ ആണ്. മുകളിൽ കാണുന്നത് കംപ്ലീറ്റ് അതിൻ്റെ വാർണിംഗ് സിഗ്നൽസ് ആണ്. അതായത് ഓയിൽ കുറവുണ്ടോ, എൻജിൻ വാർണിംഗ് ലൈറ്റ്, ABS, ന്യൂട്രൽ, അതിൻ്റെയൊക്കെയാണ് ഈ മുകളിൽ കാണിക്കുന്നത്. പിന്നെ സൈഡ് സ്റ്റാൻഡിൻ്റെ വലിയൊരു വാർണിംഗ് കാണിക്കുന്നുണ്ട്. പിന്നെ ഇത് ബ്ലൂടൂത്തിലൊക്കെ കണക്ട് ചെയ്യാൻ പറ്റും. പിന്നെ ഇതിൽ ട്രിപ്പ് 1, ട്രിപ്പ് 2 അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. ട്രിപ്പ് 1, ട്രിപ്പ് 2 അതിൽ കുറേ ഇൻഫർമേഷൻസും കാര്യങ്ങളൊക്കെ കാണിക്കും. ടൈം കാണിക്കുന്നുണ്ട്, ഏത് ഗിയറിലാണെന്നുള്ളത് കാണിക്കുന്നുണ്ട്. ഇതിൻ്റെ RPM ഇതാണ്. ഇതിൻ്റെ ഫ്യൂൽ ഗേജ് ഇതാണ്. സ്പീഡ് കാണിക്കുന്നുണ്ട്. പിന്നെ ഓഡോ ഇതാണ്. ടോട്ടൽ കിലോമീറ്റേഴ്സ് ഇതാണ്. പിന്നെ റിയർ ABS ഓൺ ഓഫ് അതിൻ്റെതാണ് ഈ കാണിക്കുന്നത്. ടാങ്ക് വന്നിട്ട് നേരത്തെ 13-12 ലിറ്റർ ആ ഒരു ടൈപ്പേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ വന്നിട്ട് 15 ലിറ്ററാണ് വന്നിട്ടുള്ളത്. അതും നമുക്ക് ഈ ഓട്ടിക്കുമ്പോൾ ഉള്ള ഒരു ഫീല് തരുന്നത് ഈ ടാങ്കാണ്. ഒരു 250cc ആണെന്ന് നമുക്ക് തോന്നത്തില്ല കയറി ഇരുന്ന് കഴിഞ്ഞാൽ, ബിക്കോസ് ഓഫ് ദിസ് ടാങ്ക്. മെയിൻ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു എക്സ്റ്റൻഷനാണ്. അത് അങ്ങറ്റം വരെ പോയിട്ടുണ്ട്. ഈ പെയിൻറ്റ് ക്വാളിറ്റി എന്ന് പറയുന്നത് ടോപ്പ് നോച്ചാണ്. എത്ര വർഷം കഴിഞ്ഞാലും ഇങ്ങനെ തന്നെ ഇരിക്കും. പെയിൻറ്റിലൊക്കെ ഒരുപാട് റിസർച്ച് ചെയ്തിട്ട് ഇതിപ്പം അൾട്രാ വയലറ്റൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരു പെയിൻറ്റാണ് അവർ അടിച്ചിരിക്കുന്നത്. അതൊക്കെ നല്ല നല്ല കാര്യങ്ങളാണ്. പിന്നെ അതിൽ ചെറിയൊരു ലോഗോയും കാര്യങ്ങളൊക്കെ, അത് സ്റ്റിക്കറാണ് വരുന്നത്. പിന്നെ ഇങ്ങനെയാണ് ഇതിൻ്റെ നോബും കാര്യങ്ങളൊക്കെ വരുന്നത്. നൈസാണ്. ഇതിൻ്റെ എക്സോസ്റ്റ് നോട്ട് എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ പുതിയ ടൈപ്പ് എഞ്ചിനാണ് അവർ ഇറക്കിയിട്ടുള്ളത്. അതാണ് LC4C എന്ന് പറയുന്നത്. LC മീൻസ് ലിക്വിഡ് കൂൾഡ്, 4 മീൻസ് 4 സ്ട്രോക്ക്, C മീൻസ് കോമ്പാക്റ്റ് എഞ്ചിൻ. കെയർവായിട്ടുള്ളൊരു റേഡിയേറ്ററാണ്. അതിൽ ഒറ്റ ഫാനേ ഉള്ളൂ. കണ്ടോ, ആ ഒരു സൈഡിൽ ഒരൊറ്റ ഫാനേ കൊടുത്തിട്ടുള്ളൂ. പക്ഷേ ഹീറ്റ് ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഇപ്പം ഒരുപാട് ഹീറ്റിൻ്റെ പ്രശ്നങ്ങളൊക്കെ മാറ്റിയിട്ടുണ്ട്. പഴയ വണ്ടിയിൽ നല്ല ഹീറ്റ് വരുന്നുണ്ടായിരുന്നു ട്രാഫിക്കിലൊക്കെ പോകുമ്പോഴത്തേക്കും. ഇതിൽ ഹീറ്റിൻ്റെ ആ ഒരു പ്രശ്നമൊക്കെ ഒന്ന് മാറ്റിയിട്ടുണ്ട്. ഇത് എക്സ്പോസ്ഡ് ആക്കി വെച്ചിരിക്കുന്നത് എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ്. പഴയ വണ്ടിയിൽ ഉണ്ടായിരുന്നത് പോലെ എന്തെങ്കിലും ഒരു കൗളോ അങ്ങനെ എന്തെങ്കിലും കൊടുത്തിരുന്നെങ്കിൽ ഈ ഒരു സംഗതികളൊക്കെ ഒന്ന് മറഞ്ഞു കിട്ടുമായിരുന്നു, കുറച്ചും കൂടെ ഭംഗിയാകുമായിരുന്നു. ഇത് ഇപ്പോൾ നോക്കുമ്പോഴത്തേക്കും മുകൾ ഭാഗം നല്ല സൈസും താഴ്ഭാഗം വന്നിട്ട് പട്ടിണി കിടന്നതുപോലെയാണ് എനിക്ക് തോന്നുന്നത്. കാരണം ചെറിയ വണ്ടി തന്നെയാണ്, 250cc ചെറിയൊരു എൻജിൻ തന്നെയാണ്. പക്ഷേ അത് കുറച്ചും കൂടെയൊക്കെ അവർക്ക് സൈസ് കൂട്ടാൻ പറ്റുന്ന രീതിക്ക് ഒരു കൗളും കാര്യങ്ങളൊക്കെ അടിയിൽ കൊടുത്തിട്ടുണ്ട്. ഒരു ബെല്ലി പാനൽ കൊടുത്തിരുന്നെങ്കിൽ കുറച്ചുകൂടെ ഭംഗിയായിരുന്നു. ഇതിൻ്റെ റൈഡ് ഹൈറ്റ് കൂട്ടിയിട്ടുണ്ട്. റൈഡ് ഹൈറ്റ് കൂട്ടിയ കാര്യം തന്നെ ആ ഒരു ഷോക്കാണ്, സൈഡ് മൗണ്ട് ഷോക്കാണ്. ആ ഒരു ആംഗിളുണ്ട്. അതിപ്പം ഫുള്ള് പറയണമെന്നുണ്ടെങ്കിൽ നല്ല ലെങ്തി ആയിപ്പോയി ഈ ഒരു വീഡിയോ. അപ്പോൾ അതുകൊണ്ടാണ് അവർ സൈഡ് മൗണ്ട് ചെയ്തത്. സ്വിംഗ് ആമിൻ്റെ ഡിസൈനും മാറ്റിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കും സീറ്റ് ഹൈറ്റ് കുറയ്ക്കാൻ പറ്റും, റൈഡ് ഹൈറ്റ് കൂട്ടാൻ പറ്റും, വീൽ ബേസ് ലെങ്തി ആക്കാൻ പറ്റും. എക്സോസ്റ്റ് ഇപ്പം അണ്ടർ ബെല്ലി ആക്കിയിട്ടുണ്ട്.
പഴയ ആ ഒരു ഡ്യൂക്കിൻ്റെ ആ ഒരു ടൈപ്പ് ആക്കിയിട്ടുണ്ട്. എനിക്കത് ഒരുപാട് ഇഷ്ടമാണ്. കാരണം വണ്ടി ഇൻ കേസ് നമുക്ക് റൈറ്റ് സൈഡും എല്ലാം മറിഞ്ഞ് വീണ് കഴിഞ്ഞാൽ എക്സോസ്റ്റിന് ഒന്നും പറ്റത്തില്ല. ഈ എക്സോസ്റ്റ് അവർ ഇങ്ങനെ ഡിസൈൻ ചെയ്തതിൻ്റെ കാര്യം, അതായത് തിരിച്ച് കൊണ്ടുവന്നതിൻ്റെ കാര്യം എന്ന് പറയുന്നത് സെൻറ്റർ ഓഫ് മാസ് ഇവിടെ ആക്കാൻ വേണ്ടിയിട്ടാണ്, ഇവിടെ ഫോക്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഡിസൈൻ മാറ്റിയിട്ടുണ്ട് ഇതിൻ്റെ ട്രെല്ലിസ് ഫ്രെയിമിൻ്റെത്. ഇത് അഡ്ജസ്റ്റബിൾ ആണ്, മീൻസ് പ്രീലോഡ് മാത്രമേ ഉള്ളൂ. ബാക്കി കംപ്രഷനും ഇതൊന്നും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഫ്രണ്ട് ഷോക്ക് അഡ്ജസ്റ്റബിൾ അല്ല. 390-ലാണെന്നുണ്ടെങ്കിൽ അഡ്ജസ്റ്റബിൾ ഷോക്കാണ് വന്നിട്ടുള്ളത്. സ്വിംഗ് ആം ഡിസൈൻ അവർ മൊത്തത്തിൽ മാറ്റിയിട്ടുണ്ട്. നേരത്തെ ഇങ്ങനെ ഒരു സ്വിംഗ് ആമാണ്, അത് നല്ല ലോങ് സ്വിംഗ് ആം ആയിരുന്നു. പക്ഷേ ഇതൊരു ഷോർട്ടാണ്, പക്ഷേ വീൽ ബേസും കൂടിയിട്ടുണ്ട്. സീറ്റ് ഭയങ്കര കംഫർട്ടബിളാണ്, ഒരുപാട് കുഷിയുമല്ല ഒരുപാട് ഹാർഡും അല്ല. അതിൻ്റെ മെറ്റീരിയലും വഴുതി പോകത്തൊന്നുമില്ല, നല്ല രീതിക്ക് ഇരിക്കാൻ പറ്റും. അടിപൊളി സീറ്റാണ്. പിന്നെ ഇങ്ങനെ ഒരു ടെക്സ്ചറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ടെക്സ്ചർ ഇവിടെയും കാണാം, കണ്ടോ. ഈ ഒരു സീറ്റിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 800 mm ആണ്. ഇതിപ്പം സ്റ്റോക്ക് സീറ്റ് ഹൈറ്റ് വരുന്നത് 800 mm ആണ്. 820 വരെ നമുക്കിത് സെറ്റ് ചെയ്യാൻ പറ്റും. ഇതിപ്പം നമ്മൾ കമ്പനിയിൽ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ 820 വരെ സീറ്റ് ഹൈറ്റ് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. പഴയ വണ്ടി വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സീറ്റ് ഹൈറ്റ് നല്ല ലോ ആണ്. കാരണം പഴയ വണ്ടി എന്ന് പറയുന്നത് എൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 5.8 ആണ്. അതിൽ പോലും ഞാൻ കാല് വെച്ച് കൊന്നുമായിരുന്നു. ഇതിപ്പോൾ ഫ്ലാറ്റ് ഫുട്ടാണ്, എനിക്ക് ഒരു കുഴപ്പമില്ല. പിന്നെ ഇതിൻ്റെ വേറൊരു കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ സബ് ഫ്രെയിം, ഇതിൻ്റെ ഡിസൈൻ ഫുള്ള് മാറിയിട്ടുണ്ട്. ഈ ബാക്കിലുള്ള കാര്യങ്ങളെല്ലാം ഇപ്പോൾ സബ് ഫ്രെയിമിൽ ആ ഒരു ഡിസൈനിൻ്റെ കൂട്ടത്തിൽ തന്നെയാണ് ചെയ്തു വെച്ചത്. പിന്നെ ഈ ഒരു ഗ്രാബ് റെയിൽ ഇന്ത്യൻ വെർഷനിൽ മാത്രമേ ഉള്ളൂ, പുറത്തിറങ്ങുന്ന വെർഷൻസിലൊന്നും ഇതില്ല. ഇതിവിടെ മാൻഡേറ്ററി ആണ്, അതുകൊണ്ടാണ് ഇതൊക്കെ എടുത്ത് വെക്കുന്നത്. ഇത് ഭംഗിയുണ്ടോ എന്ന് ചോദിച്ചാൽ കുഴപ്പമില്ല, പക്ഷെ അത് ഇല്ലാതിരുന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ സ്ലീക്ക് ലുക്കായിരുന്നേനെ. ഇത് പില്ലിയൻ കംഫർട്ട് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്, കാരണം ഇത് വലിയ ലോങ് സീറ്റും വൈഡ് സീറ്റുമാണ്. കുഷനും അടിപൊളിയാണ്. ഈ ഫ്രണ്ടിലുള്ളത് പോലത്തെ ആ ഒരു കുഷനും കാര്യങ്ങളൊക്കെ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. ഡിസ്ക് ബ്രേക്ക് തന്നെയാണ് ബാക്കിലും വരുന്നത്. 220 നിന്ന് 240 സൈസിലേക്ക് ഇതിൻ്റെ ഡയമീറ്റർ മാറ്റിയിട്ടുണ്ട്. പിന്നെ വൈബ്രേറ്റർ ബ്രേക്ക് തന്നെയാണ് ബാക്കിലും വരുന്നത്. ABSൻ്റെ സെൻസർ കാണാം. പിന്നെ ബാക്ക് ടയർ 150/60 17 ഇഞ്ച് വീലാണ്. 163 kg ആണ് ഈ ഒരു മോഡലിന്. പഴയ വണ്ടിയിൽ നിന്ന് 8 കിലോ ആണ് കുറച്ചിട്ടുള്ളത്. അത് വലിയൊരു കാര്യം തന്നെയാണ്. പവർ ഒരു BHP കൂട്ടുകയും ചെയ്തു, 8 കിലോളം കുറയ്ക്കുകയും ചെയ്തു. അപ്പോൾ നല്ല രീതിക്ക് നമുക്ക് ഫണ്ണാണ് ഓടിക്കാനായിട്ട്. പിന്നെ ബാക്കിലേക്ക് വന്നാൽ ഇതാണ് ഇതിൻ്റെ ടെയിൽ യൂണിറ്റ് എന്ന് പറയുന്നത്. ഫുൾ LED ആണ്. പിന്നെ ഈ ഫെൻഡറിൽ, ഈ നമ്പർ ബോർഡ് ഫെൻഡറിൽ വരുമ്പോഴത്തേക്കും കുറച്ച് ഫിൻസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അത് ഡിസൈൻ്റെ ഭാഗമാണ്. പിന്നെ എയർ കട്ട് ചെയ്യാനുള്ള ഒരു ഭാഗമാണ്. കാണാനും നല്ല നീറ്റാണ്. പിന്നെ ഇവിടെ ചെളി തെറിക്കാതിരിക്കാനായിട്ടുള്ളൊരു വലിയൊരു ഫെൻഡർ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. പണ്ടത്തെ പോലെ ഹഗ്ഗറില്ല. ക്വിക്ക് ഷിഫ്റ്ററാണ്. ക്വിക്ക് ഷിഫ്റ്റർ പ്ലസ് ആണ്, അതായത് ബ്ലിപ്പറും ഷിഫ്റ്റും കൂടെ ഉള്ളതാണ്. അപ്പ് ഷിഫ്റ്റും ഡൗൺ ഷിഫ്റ്റും കൂടെ ഉള്ളതാണ്. അപ്പോൾ ഇനി ഇതിൻ്റെ ലാസ്റ്റ് സെഗ്മെൻറ്റ്, അതായത് എൻ്റെ വീഡിയോയിൽ ഞാൻ ഒട്ടുമിക്ക എല്ലാ വീഡിയോയിലും പറയുന്നതാണ് എനിക്കിഷ്ടപ്പെട്ടതും ഇഷ്ടപ്പെടാത്തതും കാര്യങ്ങൾ. അപ്പോൾ അതിൽ ഇഷ്ടപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ ഡിസൈൻ തന്നെയാണ്. പഴയ വണ്ടി എനിക്ക് ഇതിൽ നിന്ന് ഭംഗിയായിട്ടൊക്കെ തോന്നുന്നുണ്ട്. പിന്നെ ചില ആംഗിളിൽ നിന്നൊക്കെ നോക്കുമ്പോഴത്തേക്ക് ഇത് തന്നെയാണ് ഭംഗി. പക്ക ഒരു സൂപ്പർ ഡ്യൂക്കിൻ്റെ ആ ഒരു ചെറുതുപോലെ അവർ ഇറക്കിയിട്ടുണ്ട്. കളർ എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. വൈറ്റ് ഒരു ഓറഞ്ച് കോമ്പോ അത്ര ഇഷ്ടപ്പെട്ടില്ല. ആ മറ്റൊരു കളറുണ്ടല്ലോ, അതെനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെ ഷേപ്പ് ഒന്ന് വേറെയാണ്. പിന്നെ ഈ ഒരു 250 cc-യിലെ ഏറ്റവും പവർഫുൾ എഞ്ചിനാണ്, അത് രണ്ടാമത്തെ കാര്യം. ഇതിനൊരു ക്യാരക്ടറുണ്ട്, അത് നമ്മളത് വണ്ടി ഓടിക്കുമ്പോഴത്തേക്ക് നമുക്ക് കറക്റ്റാണ് മനസ്സിലാവും. എഞ്ചിൻ നോക്കിങ്ങോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. 6th ഗിയറിൽ നമുക്ക് പതുക്കെയൊക്കെ പോകാൻ പറ്റുന്നതാണ്. ഞാൻ 6th ഗിയറിൽ 40 വരെയൊക്കെ പോയി നോക്കി. സ്മൂത്താണ്, നോക്കിങ്ങും കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ജസ്റ്റ് ഒന്ന് ത്രോട്ടിൽ കൊടുത്തപ്പോൾ കയറി പോകുന്നുണ്ട്. ത്രോട്ടിലിൻ്റെ കാര്യം പറയാൻ വിട്ടുപോയി. ഇതിപ്പോൾ റൈഡ് ബൈ വയറാണ് വരുന്നത്, സെൻസറുള്ള ത്രോട്ടിലാണ്. ഈ ത്രോട്ടിലുള്ളത് കൊണ്ടാണ് ഇതിന് ക്വിക്ക് ഷിഫ്റ്റർ വയ്ക്കാൻ പറ്റുന്നത്. പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ റൈഡിങ് എർഗണോമിക്സ് ഭയങ്കര കംഫർട്ടബിളാണ്. നല്ല അപ്രൈറ്റ് ആയിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. നമുക്ക് സ്പീഡൊക്കെ എടുത്ത് പോകണമെന്നുണ്ടെങ്കിൽ ഫ്രണ്ടിലോട്ട് ജസ്റ്റ് ഒന്ന് ലീൻ ചെയ്താൽ മതി. എനിക്ക് വണ്ടി അങ്ങനെ ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ ഒരുപാടുണ്ട്. പിന്നെ ബ്രേക്കിങ്ങിൻ്റെ ഇഷ്യൂ ഞാൻ പറഞ്ഞില്ല. ഈ ഒരു സംഭവം കുറച്ച് സ്പോഞ്ചിയാണ്. പക്ഷേ അത് എനിക്ക് തോന്നുന്നത് ഒന്നി ഈ കേബിളിൽ എയർ കയറിയിട്ടുണ്ടാവും. അപ്പം ബ്ലീഡ് ചെയ്ത് വിട്ട് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ആ ഒരു ടെമ്പർനെസ് അത് കിട്ടും എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ ബ്രേക്കുണ്ട്, പക്ഷേ ഒരുപാട് നമ്മൾ പുഷ് ചെയ്യേണ്ടി വരും. അങ്ങനെ ഒരു ഇതായിട്ടാണ് തോന്നുന്നത്. പക്ഷേ ബാക്ക് ബ്രേക്ക് ശോകമാണ്, അതെനിക്ക് വലിയ ഫീലും കാര്യങ്ങളൊന്നും തരുന്നില്ല. ഫ്രണ്ട് അടിപൊളിയാണ്, ബാക്ക് അത്ര എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. പിന്നെ ഇഷ്ടപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ ക്വാളിറ്റിയാണ്. അവർ പഴയ വണ്ടിയിൽ നിന്ന് ഒരുപാട് ക്വാളിറ്റി അവർ മാറ്റിയിട്ടുണ്ട്. നല്ല രീതിക്ക് ഇപ്പോഴാണ് ശരിക്കും ക്വാളിറ്റി വണ്ടി ആയത്. ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നാമത്തെ കാര്യം പ്രൈസ് തന്നെയാണ്. കാരണം ഒരു 3 lakhന് നമുക്ക് 3.20 ആ ഒരു അതായത് 3,20,000-ന് നമുക്ക് ട്രയംഫിൻ്റെ സ്പീഡ് 400 കിട്ടും. ഒരു 400 cc ആണ്, ഒരു 40 bhp അത് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്.
അപ്പം സെഗ്മെൻറ്റ് വേറെയായി. ആ ഒരു സിംഗിൾ സിലിണ്ടർ ആണെങ്കിലും സെഗ്മെൻറ്റ് വേറെ ഒരു തലത്തിലോട്ട് പോയി. അപ്പം അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് കുറച്ച് പ്രൈസി ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. റോളിങ് ഇഷ്യൂസ് ഉണ്ട്. ഞാനിപ്പോൾ ഈ വണ്ടി ഓടിച്ച് വന്നപ്പോൾ തന്നെ ഒരു 4ാമത്തെ ഗിയറിലായിരുന്നു. ഒരു ട്രാഫിക് പോലെയുള്ള ഒരു ഇൻ്റർസെക്ഷൻ വന്നപ്പോഴത്തേക്കും ഞാൻ സ്ലോ ചെയ്തു. അപ്പം വണ്ടി അങ്ങ് ഓഫായി. ഞാൻ മീറ്ററിൽ നോക്കിയപ്പോഴത്തേക്കും 4ാമത്തെ ഗിയറിലായിരുന്നു. വണ്ടി ഓഫായി നൈസായിട്ട് ഇങ്ങനെ ഒഴുകി വയ്ക്കൊണ്ടിരുന്നു. അതെന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. ഇതിനിപ്പം ഞാൻ ഇങ്ങനെ ഓണറിൻ്റെ അടുത്ത് ചോദിച്ചപ്പോഴത്തേക്കും പറഞ്ഞു ഇപ്പോഴത്തെ 390ക്കും 250 പിന്നെ ട്രയംഫ് ഇതിനൊക്കെ എല്ലാം സ്റ്റോളിങ് ഇഷ്യൂസ് ഉണ്ടെന്ന് പറഞ്ഞു. പക്ഷേ അതൊക്കെ അവർ റെക്ടിഫൈ ചെയ്യേണ്ടതാണ്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ എനിക്ക് ഈ വണ്ടിയെക്കുറിച്ച് പറയാനായിട്ടുള്ളത്. ഒട്ടുമിക്ക എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബും ചെയ്യുക എൻ്റെ ചാനൽ. അപ്പോൾ അടുത്ത വണ്ടിയുമായി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ ബൈ, ടാറ്റാ.